ഹായ് ഗൈസ്, ഞാനിപ്പോൾ മെയ്സ് മെഷൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് വയനാടുള്ള റിസോർട്ടിലാണ്. ഇവിടുത്തെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ്, നമുക്ക് അഫോർഡബിൾ റേറ്റിലുള്ള റിസോർട്ടാണ്. അതിന് മുന്നേയായിട്ട് നമ്മുടെ വോയിസ് എഡിറ്റ് ചെയ്ത് കേട്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്ന് ക്ഷമിച്ച് സഹകരിച്ച് കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിൽ നമുക്ക് വഴി ചെറിയൊരു നാരോ മോഡലായത് കാരണം കൊണ്ട് ഇപ്പോൾ വേറൊരു സൈഡിൽ നിന്നാണ് വരുന്നത്. ആ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് മെയ്സ് മെഷൻ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ സൈഡിലൊരു വീടുണ്ട്, റൈറ്റ് സൈഡിലേക്ക് ടൈറ്റ് പോകണമെന്നത്. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓണറുടെ വീടാണെന്നാണ്. എൻ്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ. ചേർന്ന് തന്നെ വീടും അതിലൊന്നും ഇല്ലാണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിൽ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ പാർക്കിംഗ് സെക്ഷനാണ്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുന്നേയായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുമ്പോൾ നോക്കിയും കണ്ട് നടക്കണം. നമ്മുടെ ഇവിടെ അട്ടയൊക്കെ ഉള്ളതാണ്. ഇത് നമ്മുടെ വേറെ സൈഡിൽ എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുള്ള റോഡാണ്. ഇതിനകത്തേക്ക് കയറുന്നത് അവിടെ ഫ്രണ്ടിൽ റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, വഴിയിലേ വെച്ചിട്ടുള്ളൂ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാം. ഇത് നേരെ താഴോട്ട് ഇറങ്ങി പോണ റോഡാണ്. ഇതിൻ്റെ ലെഫ്റ്റിൽ ആ ഗേറ്റിൽ കൂടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. നല്ലൊരു വൈബാണ് ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ. അതാണ് അട്ട കടിച്ചതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇത് അട്ടേനെ കളഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ നോക്കിയും കണ്ടും വേണം നടക്കാൻ, ഇല്ലെങ്കിൽ അട്ടക്കടി കൊള്ളുന്നതായിരിക്കും കേട്ടോ. നമ്മൾ അറിയൂല കയറി കഴിഞ്ഞാലേ. ഞാനും അറിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി റിസോർട്ടിൻ്റെ കാര്യങ്ങളോട്ട് കിടക്കാം. നല്ലൊരു ആംബിയൻസ് ആണ്. ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ പച്ചപ്പിൻ്റെ ഹരിതാപം എന്ന് പറയണ പോലെ അത്രയും ഒരു എഫക്റ്റിനകത്ത് കാണാൻ പറ്റും നമുക്ക് ഈ റിസോർട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞു അഫോർഡബിൾ റേറ്റ് ആണെന്നുള്ളത്. കാരണം ഇത് 2 പേർക്ക് ഫുഡ് അടക്കം 5000 റുപ്പീസാണ് വരുന്നുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ്. ഉച്ചയ്ക്കലത്തെ വൈകുന്നേരത്തേക്ക് വരുമ്പോൾ അഡീഷണൽ വരും, നോർമൽ ഏതൊരു റിസോർട്ടിലെ പോലെയും. ഈ റിസോർട്ടിൻ്റെ സൈഡ് വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. 2 നിലയിലായിട്ടാണ്. മുകളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്, താഴത്താണ് കോട്ടേജുകളെല്ലാം വരുന്നത്. ഒരു ഏകദേശം 10-12 കോട്ടേജുകളോളം ഉണ്ടാവും. നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗതറോ അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളതാണ്. സൈഡിലൊക്കെ നിറച്ച് പാടങ്ങളാണ്, അതുകൊണ്ട് നല്ല രസമാണ്. നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ കയറി വരും. എനിക്കത് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. ഇവിടെ എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട്, എന്താ സംഭവം നമുക്കറിയില്ല. ഈ പാടമൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ എന്തോ പോലെയൊക്കെയാണ് തോന്നുന്നത്. പഴയ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ റൈറ്റ് സൈഡിലോട്ട് കാണുന്നതാണ് മറ്റേ എൻട്രൻസിൽ നിന്നുള്ള വഴി. അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ കോട്ടേജിലോട്ട് കയറുന്ന വഴിയും അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ആംബിയൻസ് കേട്ടോ. അതിന് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ആ വഴി. ആ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത അന്ന് തന്നെ വേറെ ഒരു ടീമുണ്ട്. അത് ഓണം സെലിബ്രേഷനായിട്ട് വന്ന് കയറിയിരിക്കുന്ന ടീമുകളാണ്. കുറേ ഫാമിലീസും കുറേ ഫോറിനേഴ്സും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു വെച്ചത്. നമ്മളതിന് മുന്നേ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇത് പാർക്ക് സെക്ഷനിലോട്ട് പോണ വഴിയാണ്. ഇത് കോട്ടേജിൻ്റെ സൈഡിൽ നിന്ന് അതിലേ ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഒരു ഷട്ടിൽ കോട്ട്, അതിൻ്റെ ബാക്കിൽ ഊഞ്ഞാലകൾ, പല തരത്തിലുള്ള ഊഞ്ഞാലകളെല്ലാം കാണാം. കിഡ്സിൻ്റെ ഊഞ്ഞാലകൾ, വലിയവർക്ക് ആടാനുള്ള ഊഞ്ഞാലകൾ, അങ്ങനെ എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ കൂടി നേരെ കയറുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. നമുക്ക് കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മഴയും നല്ല തണുപ്പായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഇവിടെയും സൈഡിലൊക്കെ നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ആംബിയൻസാണ് വെച്ചിരിക്കുന്നത്. നേരെ കാണുന്നത് നമുക്ക് വാഷ് ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമാണ്. ഈ ടർഫും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഒരു മരമൊക്കെ വെച്ച്, അതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ മഴ പെയ്തതിൻ്റെ പേരിൽ കുളിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ പരിപാടികളൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കോട്ടേജിൻ്റെ റിസോർട്ടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന്. ഇവിടെയും അത്യാവശ്യം വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.
ഇപ്പോൾ 3 വാതിലുണ്ട്. മെയിൻ എൻട്രൻസ് നടുക്കാണെന്നാണ്. അതിലെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് കയറി ചെല്ലാം നമുക്ക്. എൻട്രൻസ് ഇവിടെ സൈഡിൽ റിസപ്ഷനാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നമുക്കിരിക്കാം. ഇതൊരു നടുമുറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റി കൂടി അങ്ങ് നടന്നാണ് പോണത്. നമ്മൾ ആ കാണുന്ന റൂമിലാണ് നമ്മൾ താമസിച്ചത്. അതേമാതിരി ഒരു റൂമിൽ തന്നെ ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ടാവും. ഇതിവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ, അതിൻ്റെ സൈഡിൽ കിച്ചൺ കാര്യങ്ങളുണ്ട്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയറാണ്. 2 സൈഡിൽ കൂടി നമുക്ക് കയറാൻ പറ്റും മുകളിലോട്ട്. അവിടെ ചെസ് ഏരിയ ഉണ്ട്. വേറെ ഏതോ ടേബിൾ ടെന്നീസ് അതൊക്കെയാണ്. മുകളിൽ നിന്നുള്ള റിസപ്ഷൻ വ്യൂവും പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇത് നടുമുറ്റത്തിൻ്റെ വ്യൂ ആണ് മുകളിൽ നിന്നുള്ള കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ചെറിയൊരു പാർട്ടി ഹാളും കാര്യങ്ങളൊക്കെ വരുന്നത്. DJ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അവർ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹെൽത്ത് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലും കുറച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിന്ന് ഇവിടെയാണ് അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, എന്താ രസം. നേരത്തെ പറഞ്ഞ പോലെ പച്ചപ്പിൻ്റെ ഹരിതാവ്. അത് എത്ര പറഞ്ഞാലും എടുത്തു പറയാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ നടുക്ക് കണ്ട ഒരു ചെറിയൊരു, അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, പണിക്കാരൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുടിൽ പോലെ അതും കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർ മിസ്സാവുന്ന സാധനങ്ങളാണ്. നമ്മളെന്തോരം ആസ്വദിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കോട്ടേഴ്സിൻ്റെ കാര്യങ്ങളോട്ട് തിരിച്ചു വരാം. പിന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. താഴത്തേക്ക് ഇറങ്ങി വന്ന് നേരെ റൂമിലോട്ട് ഞാൻ പോവുകയാണേ. നമുക്ക് റൂമിൽ ടോയ്ലറ്റിൽ വരെ നമുക്ക് ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റൂമിലോട്ട് എൻട്രൻസ് ആണ്. ഇവിടെ കണ്ട ഈ ഒരു റൂം ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയുണ്ട്. 3 റൂമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിനും ചെറിയൊരു കബോർഡും കാര്യങ്ങളുണ്ട്. ഇപ്പുറത്തെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ലിക്വർ പാർട്ടിയും കാര്യങ്ങളൊക്കെ, അതായത് വേർക്കാർക്കും ശല്യമില്ലാണ്ട് ഒരു ലിക്വർ പരിപാടി ചെറുതൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു വെറൈറ്റി ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഈ ഒരു റിസോർട്ട്. വയനാട് വന്നവർക്ക് ഇത് ഇവിടെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ വിളിച്ച് മേസ് മിഷൻ എന്നാണ് ഗൂഗിൾ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.